ഹലോ ഗായ്സ്, അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ സ്കൂൾ തുടങ്ങും കേട്ടോ. 9:20 ബെല്ലടിക്കും. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, വെള്ളിയാഴ്ച ദിവസങ്ങൾ കുറച്ച് നേരത്തെ തുടങ്ങുന്നുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ എക്സാം സീസൺ ആണല്ലോ, ഒരുപാട് കുട്ടികൾക്ക് എക്സാം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, SLCക്ക് എക്സാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പരീക്ഷയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാട്ടോ. നമ്മൾക്ക് 24-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. 31-ന് ഇവർക്ക് ആനുവൽ ഡേ ആണ് കേട്ടോ. 24-ാം തീയതി എക്സാം തുടങ്ങിയിട്ട് 30-ന് കഴിയും. പിന്നെ 31-ാം തീയതി ഇവർക്ക് ആനുവൽ ഡേ ആണ്. നമ്മൾ ഡാൻസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണ്, 2 സൈഡ് ഇങ്ങനെ കെട്ടിയിട്ട് റിബൺ കൊണ്ട് കെട്ടാണ്ടോ ചെയ്യാം. രാവിലെ തലനച്ച് കുളിക്കാറില്ല, വൈകുന്നേരം തലനച്ച് കുളിക്കും, രാവിലെ മേലെടുക്കും. അങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ മുടി ഉണങ്ങൂല. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഹെയർ ബോ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ ഇങ്ങനെ പോകാനും. അപ്പോൾ അത് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും അതേപോലെ തന്നെ സാമ്പാറായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ. എന്ത് സാധനം ഉണ്ടെങ്കിലും ദോശയാണ് അവളുടെ എപ്പോഴത്തെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വാരി കൊടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും ഞാൻ വാരി കൊടുക്കാറില്ല, സമയമുള്ള സമയത്ത് വാരി കൊടുക്കും, അല്ലാത്ത ദിവസങ്ങൾ അവൾ തനിയെ കഴിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും സമയമുണ്ട്, അപ്പോൾ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് മുട്ടയുണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. മുട്ടയും അതേപോലെ തന്നെ സാമ്പാറാണ് സ്കൂളിലേക്ക് ആക്കി കൊടുത്തിട്ടുള്ളത്. ഇതേമോള് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങിക്കാറുണ്ട്, ചില ദിവസങ്ങൾ വാങ്ങിക്കും, ചില ദിവസങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും, അങ്ങനെ ഉണ്ട് ചെയ്യുക. അപ്പം ഇന്ന് എന്തായാലും വീട്ടിൽ നിന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറും മുട്ടയും ചോറൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടവലിൽ പൊതിഞ്ഞിട്ട് വേണം കൊടുത്തയക്കാനായിട്ട്. അപ്പോൾ ബാഗിൽ ടവലിലൊക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കിറ്റ് ചില ദിവസങ്ങളായിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇന്ന് അങ്ങനെ ബാഗ് മാത്രം കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആൾ പോവുകയാണ്. ഇതേമോള് തനിയെ ഇല്ലട്ടെ പോകണം, ഞാൻ കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട്. രാവിലെ കൊണ്ടാക്കി കൊടുക്കും ചെയ്യും, വൈകുന്നേരം കൊണ്ടുവരാനും പോകട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ എന്നുണ്ടെങ്കിൽ നമുക്കൊരു പേടിയാണല്ലോ, വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. ഇതേമോളെ ഫ്രണ്ടാണിത്, രണ്ടാളും കൂടെ അങ്ങനെ ക്ലാസ്സിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ.